നന്ദി ഹിൽസിലേക്ക് ഒരു സോളോ റൈഡ് പോകാനായിട്ട് പുലർച്ചെ 3:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടുന്ന് ഏകദേശം ഒരു 70 to 80 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. ഈ സമയത്ത് പോയാൽ പോലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കായിട്ടുണ്ടാവും. നോക്കാം. ഇത് ഹൊസാറോഡ് മെട്രോ സ്റ്റേഷനാണ്. ഇലക്ട്രോണിക് സിറ്റി നിന്നാണ്ട് നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ കബൺ പാർക്കിൻ്റെ അവിടെ എത്തി. ഇന്നലെ 3/4 മണിക്കൂറിന് മുകളിലെടുത്തു അടിവാള വരെ വരാനായിട്ട്. ഇവിടെ നിന്ന് ഇനി സ്ട്രെയിറ്റ് റൂട്ടാണ് ദേവനഹള്ളി വരെ. ദേവനഹള്ളി എത്തിക്കഴിഞ്ഞ് ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പം നമുക്ക് അവിടെ നിന്ന് ഇടത്തേക്ക് ഡൈവേർട്ട് ആവാനുണ്ട്. നന്ദി ഹിൽസ് എന്ന് മാത്രം മാപ്പിലിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 16 കിലോമീറ്ററും കൂടെ കാണിക്കുന്നുള്ളൂ. പക്ഷെ അതിലും കുറച്ചും കൂടെ കൂടുതൽ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഈ ഡൈവേർഷൻ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഈ സമയത്ത് വരുന്ന ഒട്ടുമിക്ക വണ്ടികളും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അവിടുന്ന് കയറുമ്പം തന്നെ കുറേ ചെറിയ കടകളുണ്ട്. ചായ, മാഗി അങ്ങനെ സ്നാക്സ് ഒക്കെ കിട്ടുന്ന കുറച്ച് കടകൾ. ഒരല്പം കത്തി റേറ്റൊക്കെയാണ്. ഈ ഒരു ചായക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം റോഡിൻ്റെ 2 സൈഡ് ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി വെളിച്ചമുള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം ഇരുട്ടായതുകൊണ്ട് എത്രമാത്രം മനസ്സിലാകും എന്നുള്ളത് അറിയില്ല. ഇപ്പം സമയം ഏകദേശം 5:15 ആവാറായി. ഇവിടെ നിന്നെയും കുറച്ചധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്കും മോസ്റ്റ്ലി സൺറൈസ് ഒക്കെ കഴിയും. ഇവിടേക്ക് യാത്ര പ്ലാൻ ചെയ്യുമ്പം കഴിവതും ബൈക്കിന് വരാൻ ശ്രമിക്കുക. അതാകുമ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാറ് അല്ലെങ്കിൽ വലിയ വണ്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ റൂട്ടിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. മുകളിലേക്ക് കയറി ചെല്ലും തോറും അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഒരു വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മലയുടെ സൈഡിലേക്കൊക്കെ നോക്കിയാൽ കാണാം. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പം നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് കയറാനുണ്ട്. വഴി തെറ്റിപ്പോകരുത്. തെറ്റത്തില്ല. മോസ്റ്റ്ലി അവിടെ നിറയെ വണ്ടികളായിരിക്കും. ഇൻ കേസ് വരുന്ന സമയത്ത് മറ്റു വണ്ടികൾ ഇല്ലയെന്നുണ്ടെങ്കിലും ഒന്ന് മാപ്പിലോ മറ്റോ നോക്കിയിട്ട് വേണം തിരിച്ച് കയറി പോകാനായിട്ട്. പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കാണ്. ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ ബ്ലോക്കിൽ കിടപ്പുണ്ട്. ബൈക്ക് ആയതിൻ്റെ ഗുണം ഇങ്ങനെ സൈഡിൽ കൂടെ കുത്തിക്കയറ്റി പോകാൻ പറ്റും. കുറച്ചേറെ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ക്യൂവിലെന്നല്ല, മെല്ലെ മെല്ലെ കുത്തിക്കയറ്റി ഇങ്ങനെ കയറി പോന്നു. എന്നാലും തിരക്കുള്ളത് കൊണ്ട് അങ്ങനെ സ്പീഡിൽ കയറി വരാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കും നമ്മൾ ഈ നന്ദി ഹിൽസിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോകുന്നത്. ഈ റോഡും വളവുകളും സൂര്യനും മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ടുള്ള ഭംഗിയുണ്ടല്ലോ, അത് ഇനിയാണ് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ പാർക്കിംഗ് സ്പേസ് ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്തത് പോയി ടിക്കറ്റ് എടുക്കണം. മുകളിലേക്ക് കയറുന്നതിൻ്റെ പാസും അതുപോലെ തന്നെ ബൈക്ക് പാർക്കിങ്ങിനുള്ള 50 രൂപയുടെയും കൂടെ കൂട്ടി 70 രൂപയുടെ ഒരു പാസ് നമുക്ക് അവിടെ കൗണ്ടറിൽ നിന്ന് എടുക്കണം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസും കൂടി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ നെറ്റ്വർക്ക് കവറേജ് ഇല്ല. ഞാൻ ഉപയോഗിക്കുന്ന എയർടെലിനും വോഡഫോണും ഇവിടെ തീരെ നെറ്റ്വർക്ക് ഇല്ല. അതുപോലെ തന്നെ ഒട്ടുമിക്ക സിമ്മുകൾക്കും നെറ്റ്വർക്ക് കുറവാണെന്ന് തോന്നുന്നു. ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ കുറച്ചധികം സമയം നമുക്ക് വേസ്റ്റായി. കാര്യം നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. നമ്മുടെ കയ്യിൽ കറൻസി ഇല്ലായിരുന്നു. അപ്പോൾ ഇനി വരുമ്പം തീർച്ചയായിട്ടും കയ്യിൽ കുറച്ച് നോട്ട്സ് കരുതേണ്ടതാണ്.
ഇനി നമുക്ക് മുകളിലേക്കുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ഞാൻ ഹെൽമെറ്റ് താഴെ വെച്ചില്ല. അവിടെ പോയി ആ ക്യൂ നിന്ന് അതിന് പേയ്മെൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം പോകുന്ന ഓർത്തിട്ടാണ്.